പ്രതീക്ഷിക്കുന്നത്. അടുത്ത ക്ഷണം നമ്മൾ ഈ ലോകം വിട്ടുപോകുന്നുള്ളൊരു തോന്നൽ അത് അലട്ടിയിട്ടുണ്ടോ എപ്പോഴും? അലട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ ബോധവാനാണ്, എപ്പോഴും ഞാൻ ബോധവാനാണ്. നമ്മൾ അനാവശ്യമായിട്ട് പലതും വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രത ഒക്കെ പലരും കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ വരും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ചിലപ്പോൾ ചിന്താഗതികളും മറ്റുള്ളവരോട് ചിലപ്പോൾ ദേഷ്യം തോന്നിയിട്ടുണ്ട്. അതല്ലാതെ ഞാനൊരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. മറ്റുള്ളവരോട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ചില ഏറ്റവും അസൂയ തോന്നിയ ഒരാളുടെ പേര് പറയാമോ? ഏറ്റവും അസൂയ തോന്നിയ ഒരാൾ അല്ല, അസൂയ എന്നുള്ള ആ വ്യക്തി എന്തെങ്കിലും ഒരു കൂടുതലും പറയുമ്പോൾ ഞാൻ പറഞ്ഞത് കരിയർ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില വേഷങ്ങൾ കാണുമ്പോഴാണ് ആ വേഷങ്ങൾ എനിക്കും ചെയ്യാമായിരുന്നു എന്ന് തോന്നുമ്പോൾ അത് അയാൾക്ക് കിട്ടിയല്ലോ, നല്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അയാൾക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ ആദ്യം അസൂയ, പിന്നീട് ഞാൻ കൺട്രോൾ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ പച്ചയായ മനുഷ്യനാണ്, മൈനസുകളുള്ള പച്ചയായ മനുഷ്യൻ. പക്ഷേ പെട്ടെന്ന് ഞാൻ പ്ലസ് ആക്കി എടുക്കും. അതിന് എൻ്റെ പ്രയർ എന്നെ സഹായിക്കും. ആ പ്രയർ പെട്ടെന്ന് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യും, ഞാൻ തന്നെ എന്നെ പ്രതികൂട്ടിൽ നിർത്തും. മിണ്ടിപ്പോരുത്, നിനക്ക് എത്രമാത്രം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ എന്നോട് ചോദിച്ച് ഞാൻ ആശ്വസിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അസൂയ വരും, പെട്ടെന്ന് ദേഷ്യം വരും. ഈ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈനസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് എൻ്റെ മനസ്സ് പെട്ടെന്ന് എനിക്ക് ഇൻഫർമേഷൻ തരുന്നു. അവിടെയാണ് എൻ്റെ വിജയം ആയിട്ട്